കൊനിച്ചിവ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ ടോമിൻ്റെ വീട്ടിൽ വന്നേക്കുമായിരുന്നല്ലോ. ഇന്ന് നമ്മൾ ടോമിൻ്റെ കമ്പനിയൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ടോം അടുക്കളയിൽ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും പൂച്ചകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതാരപ്പ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇന്നലെ കളിപ്പിച്ചിട്ടൊക്കെയാണ് കിടന്നുറങ്ങിയത്. പക്ഷേ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്, ഇത് എവിടെ നിന്ന് ഇറങ്ങി വന്നേന്നുള്ള രീതിയിൽ, ഇത് ആരാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ടോം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ കമ്പനിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ ടോമിന് ആമസോണിൻ്റെ ഒക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതിനൊരുമിച്ച് പോകാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഉറക്കത്തിൽ എന്തെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ഇപ്പോൾ ടോമിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഉറക്കത്തിൽ ചിലപ്പോൾ സംസാരിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് കേട്ടോ, വല്ലപ്പോഴും ഒക്കെ. പണ്ടൊക്കെ ഇങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ വരുന്ന സമയത്ത് ഒരു പേടിയായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോറ് തുറന്നാൽ നേരെ റോട്ടിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പേടിയൊക്കെ അന്നുണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്കൊക്കെ താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനത്തെ വിഷയമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോം യൂട്യൂബിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഞാൻ മൈക്ക് വെച്ച് എങ്ങനെയാണ് വോയിസ് കൊടുക്കുന്നത് അതൊക്കെ ടോമിനെ പഠിപ്പിക്കണം. ടോമിന് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കും കേട്ടോ. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലാണ്. അപ്പോൾ ആമസോണിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ, പൈസ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ടോം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ടോമിൻ്റെ കമ്പനി കാണാനും ആമസോൺ ഡെലിവറി എങ്ങനെയാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടോം അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുട്ടയും അങ്ങനെ വെച്ചിട്ടൊക്കെ ഉള്ള സാധനങ്ങളാണ്. രാവിലെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ലട്ടോ കഴിക്കാറുള്ളത്. പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വേണം അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. അപ്പോൾ ടോം എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഗൊഹാൻ വേണോ, ചോറ് വേണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഉള്ളത് മതി എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ തന്നെ ഉള്ള സമയത്താണെങ്കിൽ ഇപ്പം മിക്ക ദിവസങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്കാണ് കഴിക്കാറുള്ളത്. ചില ദിവസങ്ങളാണ് ഇപ്പോൾ കടയിൽ നിന്ന് പോയി കഴിക്കുന്നത്, റോബിൻ ചേട്ടൻ്റെ. അപ്പോൾ ഇവിടെ പൂച്ചയ്ക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചേക്കണുണ്ട്. അത് ഇങ്ങനെ 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 റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. 2-3 ദിവസത്തിനുള്ളിലാണ് അത് മാറാറുള്ളൂ. അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ മുഴുവൻ ക്യാറ്റ് ലൈഫിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വിശദമായിട്ട് കാണിക്കാം. അങ്ങനെ കുളിച്ച് റെഡിയായിട്ട് വന്നു. ഇനി നമുക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പം ടോം പൂച്ചകളുമായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഇവർ ഭയങ്കര സ്നേഹമാണെങ്കിലും പൂച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് നല്ല അടിയാണ്. അതുപോലെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ മായബഷി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാനുണ്ട്. വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. മുനിസിപ്പാലിറ്റി ഷിയാക് ഷോ ഇല്ല, അവിടെ പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കമ്പനിയിൽ പോകണം. ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. അപ്പം ടോം ആദ്യമേ തന്നെ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പിന്നെ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ടോമിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ടോം എന്തായാലും അടുത്ത ദിവസം മുതൽ വ്ളോഗ് ഇടുന്നുണ്ട്. അപ്പോൾ എന്നോട് മടിയൊന്നുമില്ലാതെ എല്ലാം വീഡിയോ എടുത്തോളാനൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അങ്ങനെ എനിക്ക് പാലാണ് കേട്ടോ കുടിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ചായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കുടിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചായ കൂടി ഇല്ല എനിക്ക്. പാല് അതുപോലെ വെള്ളമൊക്കെയാണ് കുടിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചായപ്പൊടി വേണ്ട, ഞാൻ പാലായിട്ട് തന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, ഇതാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ പൊതുവേ എനിക്കങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് അങ്ങനെ ഞാൻ കഴിക്കാറില്ലാത്തത്. അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം, അല്ലെങ്കിൽ ഭയങ്കര ഇതാണ്. ഞാൻ ദോശയൊക്കെ ചുട്ടി ഞാൻ കഴിക്കാറുണ്ടല്ലോ. എനിക്ക് തന്നെ കഴിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പാലൊക്കെ കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇന്നലെ ഒരുപാട് വിശേഷങ്ങൾ ബാക്കി പറയാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ലേറ്റായിട്ടാണെങ്കിലും കിടന്നുറങ്ങിയതുകൊണ്ട് കുറേ വിശേഷങ്ങൾ പറയാൻ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചോദിച്ച് അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ ബട്ടറൊക്കെ തേക്കാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. ബ്രെഡ് ചുമ്മയാണെങ്കിൽ ടോസ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എനിക്കങ്ങനെയാണ്. അപ്പോൾ ഞാനത് ഒന്നും മൈൻഡ് ചെയ്യൊന്നുമില്ല. ഞാനങ്ങനെ ഒരു ബ്രെഡ് എടുത്ത് കഴിച്ചു, പിന്നെ മുട്ടയും കഴിച്ചു, ഇച്ചിരി പാലും കുടിച്ചു. എനിക്കങ്ങനെ നിർബന്ധമില്ല കേട്ടോ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഒരാൾ ചില സമയത്ത് ഒരു തീരുമാനം ചോദിക്കാൻ പറഞ്ഞാൽ എനിക്ക് എന്തായാലും ഓക്കെ, അങ്ങനത്തെ ഒരു മൈൻഡൊക്കെയാണ് ഈ ഫുഡിൻ്റെ കാര്യങ്ങളിൽ. ടേസ്റ്റ് മാത്രം നോക്കിയിട്ട് അങ്ങനെ ഞാൻ ഫുഡ് സെലക്ട് ചെയ്യാറില്ല. പിന്നെ അവിടെ ക്രിയാറ്റിൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു ക്രിയാറ്റിൻ കഴിക്കുന്നത് നല്ലതാണ്, കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. പാലിൽ കലക്കി കുടിക്കാമല്ലോ. അപ്പം ഇന്ന് ഈ പോകുന്ന വഴിക്ക് ബാഗുമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഞാൻ ബാഗ് എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ടോം പറഞ്ഞു, അല്ല ഇന്നൊരു ദിവസം കൂടി നിന്നിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു. അപ്പം അല്ലെങ്കിൽ ടോമിനാണെങ്കിലും തിരിച്ച് കമ്പനിയിൽ പോയിട്ട് വന്ന് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിടണ്ട, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഇന്നും കൂടി നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല ടോമിൻ്റെ ഹോം ടൂറൊക്കെ എടുക്കാമല്ലോ. ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്, അടിപൊളിയാണ്. കുറേ വീടുകളും, ഇത് ഒരു വില്ലേജ് ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീടുകൾക്ക് ഭയങ്കര വിലക്കുറവാണെന്നിങ്ങനെ കേട്ടു. നല്ല ഭംഗിയാണ് കാണാൻ, കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള വീടുകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ടോമിനോട് പറയും. പക്ഷേ വീട് മാനേജ് ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങാനായിട്ടുള്ള പരിപാടിയാണ്.
അപ്പം വഴി നീളെ വ്ളോഗൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ടോമിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ടോം പറഞ്ഞേക്കണം ഇതെല്ലാം ഇപ്പോൾ വലിച്ചു വരി ഇട്ടേക്കുമല്ലേ, അപ്പോൾ വേറെ ദിവസം ചെയ്യാമെന്നാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങുവാണ്. ഇനി നേരെ മായബഷിയിലേക്കാണ് പോകുന്നത്. മായബഷിയിൽ പണ്ട് ഞാൻ താമസിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ, ഭയങ്കര കുറേ ഓർമ്മകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതാണ് ടോമിൻ്റെ വണ്ടി. അപ്പോൾ ഇത് വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. നമ്പർ പ്ലേറ്റ് കാണാമല്ലോ, അതിൻ്റെ അകത്ത് യെല്ലോയും ബ്ലാക്കിലും ആണ് ഇത് നമ്പർ പ്ലേറ്റിൽ എഴുതിയേക്കണം. അത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് പോകുമ്പോൾ പഴയ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഒരു വില്ലേജ്, ശരിക്കും ഒരു വില്ലേജാണ്. അപ്പോൾ അടുത്ത് കുറച്ച് ദൂരെ പോകുമ്പോഴത്തേക്കും ഒരു റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെയുള്ള ആളുകളെയൊന്നും അധികം പരിചയപ്പെട്ടില്ല എന്നാട്ടോ പറഞ്ഞത്. ടോമും ഇവിടെ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ കുറേ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ആണെന്നാണ് ടോം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഏറ്റവും കമ്പനി ആവാനും മിണ്ടാനും പറ്റിയ മനുഷ്യർ അവർ തന്നെയാണ്. ഈ ചെറുപ്പക്കാരാണ് നമ്മളായിട്ട് കൂടുതൽ ഒരു പരിധിയിലപ്പുറം അടുക്കാത്തത്. പക്ഷേ അല്ലാത്ത മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നമ്മളോട് ഒരുപാട് മിണ്ടും. നമ്മുടെ വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലോ, പ്രായമായ ആൾക്കാർക്ക് ഇങ്ങനെ ഇന്ത്യയിലെ വിശേഷങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ നെറ്റ് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് ടോം നെറ്റൊക്കെ ശരിയാക്കി തരാം, സിം എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അന്വേഷിക്കാനുണ്ട്. പിന്നെ പാർട്ട്ണർഷിപ്പിൽ കുറച്ച് പരിപാടികളൊക്കെ ബിസിനസ് പോലത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാമെന്ന് ടോമിന് അന്നേ മുതൽ പറയായിരുന്നു കേട്ടോ, 2-3 വർഷം മുന്നേ. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ പറ്റുവാണെങ്കിൽ അതൊക്കെ ചെയ്യണം, അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പോൾ എന്തായാലും പ്ലാൻ ആദ്യം തന്നെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ആദ്യം കമ്പനിയിലേക്കാണ് പോകുന്നത്. ടോമിൻ്റെ കമ്പനി കയറിയിട്ട് 1-2 പേപ്പറുകളും കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് ഷിയാക്ഷോയിൽ പോകണം കേട്ടോ. അവിടെ നിന്നാണ് അത് ശരിയാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നേരെ കമ്പനിയിലേക്ക് എത്തുവാണ്. ഈ കാണുന്നതാണ് ടോമിൻ്റെ കമ്പനി. അപ്പോൾ ഇവിടെ കാറിൻ്റെയും ബൈക്കിൻ്റെ ഒക്കെ അങ്ങനത്തെ സെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാനും അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ടോം ഇത്തവണ എന്നോട് ശരിക്കും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ടെന്ന് എപ്പോഴും ടോം പറയുമായിരുന്നു കേട്ടോ, ഞാൻ മെസ്സേജൊക്കെ അയക്കുമ്പോൾ. ആ സർപ്രൈസ് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. നമ്മൾ 2-3 വർഷം മുന്നേ മേടിച്ച ആ ഗെയിമിംഗ് ടേബിളും ചെയറും ഒക്കെ ഇവിടെ അതേപോലെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു പൊടി പോലും പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ. എന്നെ കാണിച്ചു തന്നു. ഇത് ഞാൻ ചോദിച്ചു ഇത് അന്ന് ഞാനിവിടെ വെച്ചിട്ട് പോയതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ഭയങ്കര പുതിയതായിട്ടിരിക്കുക. എന്തായാലും ഒരു 3 വർഷത്തിന് മുകളിലെങ്കിലും ആയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ആഗ്രഹപ്പെട്ട് നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുമായിരുന്നല്ലോ നിലത്തിരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ സങ്കടം വരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒരു 30,000-40,000 ജാപ്പനീസ് യെന്നിന് ഞാൻ മേടിച്ച ഗെയിമിംഗ് ടേബിളും ചെയറും ആയിരുന്നു. ഇത് മേടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവുകയും ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്തായിരുന്നു. ഇത് ഞാൻ ടോമിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിനകത്തൊക്കെ ഇരുന്നു. അപ്പോൾ ഇതാണ് ടോമിൻ്റെ കമ്പനി. ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങൾ, അതുപോലെ വണ്ടി റിപ്പയറിങ് കാര്യങ്ങളൊക്കെ നടക്കും. വേറൊരു സ്റ്റാഫും കൂടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സെയിൽ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു കമ്പനിയാണ്. ജപ്പാനിലെ കമ്പനികളൊക്കെ ശ്രദ്ധിച്ചറിയാം, ഈ തറയിലിങ്ങനെ ഗ്രീൻ കളറിലുള്ള ഇങ്ങനെ ഒരു ഇതായിരിക്കും കേട്ടോ. അതുപോലെ ഒരു ചെറിയ കമ്പനിയാണെങ്കിലും ഇത് നടത്തിക്കൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ പറയും അതിൻ്റെ യാച്ചിനും അതായത് വാടക ഇത് പിന്നെ മെയിൻ്റെനൻസ് അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട്. എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഇൻഫോർമേറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാറിൻ്റെ എൻജിനൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് നന്നാക്കണം. ആ കാര്യങ്ങളൊക്കെയാണ് ടോം എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാം അറിയാം ടോമിന്. ബൈക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ 2 കവാസാക്കി ബൈക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർ റേറ്റിന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ റിപ്പയർ ചെയ്ത് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് അങ്ങനെ കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ടോമിൻ്റെ പരിപാടി. പിന്നെ ആമസോണിൽ പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടൊരു കമ്പനിയിൽ കുറച്ച് നാളിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. 2 ബൈക്ക് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ബൈക്കായിരുന്നു. ബൈക്കിനോട് നല്ല ക്രേസ് ഉള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ പിന്നെ കാർ അവിടെ മിനി കൂപ്പർ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഇതൊക്കെ ഒന്ന് തുറന്ന് ഇങ്ങനെ കാണിച്ചതാണ്. 13 വയസ്സ് മുതൽ ഇങ്ങനെ ഡ്രൈവൊക്കെ ചെയ്ത് ചെറുതായിട്ട് തുടങ്ങിയതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഭയങ്കര ക്രേസാണ് കാറും ബൈക്കും ഒക്കെ. അപ്പം അങ്ങനെ കുറേ വിശേഷങ്ങൾ അതും പറഞ്ഞു. എല്ലാം കാണിച്ചു തരാനും എന്തുണ്ടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനും ഭയങ്കര ഒരു ഓപ്പൺ മൈൻഡ് ആട്ടോ ടോം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഭയങ്കര ഇതാണ്. ഡ്രൈവിങ് പഠിപ്പിക്കാനാണെങ്കിൽ ഇത്തവണ വന്നപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ടാണ് ഞാൻ വന്നേക്കണം. അപ്പോൾ എന്തായാലും പഠിക്കണം, നമുക്ക് ടൂർ പോകണം, അങ്ങനെ വ്ളോഗ് എടുക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വണ്ടിയിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ആളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിനെ ഈ കമ്പനി ഏൽപ്പിച്ചിട്ട് നമ്മൾ മായബഷിയിലേക്ക് പോവുകയാണ്. അവിടെ നേരെ ഷിയാക്ഷോയിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ അവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാണ് ഷിയാക്ഷോ എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് ഷക്കൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് വണ്ടി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആദ്യം മുനിസിപ്പാലിറ്റിയിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് എന്തോ പേപ്പറുകൾ വാങ്ങിച്ചിട്ട് വേണം പിന്നെ വണ്ടിയുടെ ഷക്കൻ അത് ശരിയാക്കുന്ന അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നേരെ പോവുകയാണ്. ഇത് പുതിയതായിട്ട് തുടങ്ങിയൊരു ഷിയാക്ഷോ ആണെന്ന് തോന്നുന്നു കേട്ടോ. പുതിയതായിട്ട് മീൻസ് ഒയ്സുമിയിൽ നേരത്തെ ഉണ്ടായിരുന്നു, അത് ഓത്തയിലേക്കായിരുന്നു പോകുന്നതെന്ന് ഒരു ചെറിയ ഡൗട്ടുണ്ട്. അവിടെ ചെന്നു ടോക്കൺ നമ്പറും കാര്യങ്ങളും എടുത്തു. ഇംഗ്ലീഷിലുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നുണ്ട്. അപ്പം ടോം ഇങ്ങനെ പറയുകയും ചെയ്തു ഏതോ 2-3 സ്ഥലത്തൊക്കെയാണ് ഇതുപോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള
ഇംഗ്ലീഷിലുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടാവാറുള്ളത്. കാരണം ഇവിടെ മുഴുവൻ ഫോറിനേഴ്സ് ആയതുകൊണ്ട് അത് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ആ വെയിലത്ത് ഇറങ്ങി നടന്ന് ഞങ്ങൾ ഇനി പോവുകയാണ്. ഇനി നേരെ മായാബഷിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഷിയാക്ഷോയിൽ ചെന്നിട്ട് അവിടെ നിന്ന് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. വണ്ടികളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഗുലുമാലുകളാണ് കേട്ടോ. അതിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അത് വേണം ഇത് വേണം, ആ പേപ്പർ വേണം ഇത് പേപ്പർ വേണം, അങ്ങനത്തെ പെർമിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഉപയോഗിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ നേരെ മായാബഷിയിലേക്ക് പോവുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ നേരെ അങ്ങ് ഡ്രൈവ് ചെയ്ത് പോയാൽ മതി. അടിപൊളിയായിരുന്നു. കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ പോവാം. അങ്ങനെ പെട്രോൾ അടിക്കേണ്ട ടൈമായിട്ട് അപ്പോഴേക്കും ഞാൻ ഇതുവരെ ഇങ്ങനെ പമ്പിൽ നിന്നൊന്നും പെട്രോൾ അടിച്ചിട്ടില്ല. ആൾക്കാർ പെട്രോൾ അടിക്കണ കണ്ടിട്ടുണ്ട് കൂടെ പോകുമ്പോൾ. അപ്പോൾ ടോം ഇത്തവണ പറഞ്ഞു പെട്രോൾ അടിക്കാൻ പഠിക്കാൻ പറഞ്ഞു കേട്ടോ. അതുപോലെ ഡ്രൈവിങ്ങും പഠിക്കണം എന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. അപ്പം എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ എൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് പിന്നെ പെട്രോൾ അടിക്കാൻ നേരത്ത് നമ്മൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമ്മൾ ജാപ്പനീസ് തന്നെ അതങ്ങനെ പഠിച്ചാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതങ്ങനെ നോക്കി പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഇനി കാറുമായിട്ട് വരുമ്പോൾ തന്നെത്താൻ പെട്രോളൊക്കെ അടിക്കാമല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. അവിടെ അങ്ങനെ കൈ വയ്ക്കുക. അപ്പോൾ അവിടെ മോണിറ്ററിൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ ഓരോന്ന് തിരഞ്ഞെടുക്കണം. അപ്പം റെഗുലർ ആണെങ്കിൽ നമ്മളിങ്ങനത്തെ സാധാരണ കാറുകൾക്ക് നമ്മൾ റെഗുലർ പെട്രോളാണ് അടിക്കുന്നത്. പിന്നെ ഡീസലുണ്ട്. അപ്പോൾ റെഗുലർ തിരഞ്ഞെടുക്കുക. പിന്നെ പേയ്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ ക്രെഡിറ്റ് കാർഡിനാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈസയ്ക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ സിഗ്നൽ വരും. പിന്നെ ഫുൾ ടാങ്ക് ആണോ അടിക്കുന്നതെന്ന് അവർ ചോദിക്കും. പൈസ എത്ര രൂപയ്ക്കാണോ ചോദിക്കും. അപ്പോൾ ഫുൾ ടാങ്കാണ് ഫുൾ ടാങ്ക് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോം എനിക്ക് പറഞ്ഞു തരുവാണ്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. പൊതുവേ ഞാൻ കാര്യങ്ങൾ പഠിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ വരുമ്പോഴാണ് കേട്ടോ. അല്ലാതെ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് അങ്ങനെ നോക്കി വയ്ക്കാറ് അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും സംഭവമായിരിക്കണം. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഈസി ആയിട്ട് തോന്നി. നമുക്ക് ആ ലാംഗ്വേജ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇങ്ങനെ കൈ വയ്ക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. വളരെ സേഫ് ആയിട്ടാണ്. ജപ്പാനിൽ പിന്നെ പെട്രോൾ പമ്പിൽ ചില പെട്രോൾ പമ്പിലൊക്കെ പെട്രോൾ അടിച്ച ഒരാളെ കണ്ടിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് പെട്രോൾ അടിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ജപ്പാനിൽ വന്ന സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പെട്രോൾ അടിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും 3000 ജാപ്പനീസ് തന്നെയാണ് ഞങ്ങൾ അവിടുന്ന് പെട്രോൾ അടിച്ചത്. ഫുൾ ടാങ്ക് ആയിരുന്നു. 3000 അടിച്ചപ്പോഴേക്കും ഫുൾ ടാങ്കായി. നമുക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ. കറക്റ്റ് നമ്മൾ നോക്കി അങ്ങ് അടിച്ചാൽ മതി. ഇവിടെ റീഡിങ് ഉണ്ടായിരിക്കും. അതുപോലെ പൈസ എത്രയാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അതുണ്ടായിരിക്കും. പെട്രോളിന് ഇവിടെ സാലറി വെച്ച് നോക്കുമ്പോൾ താരതമ്യേന വിലക്കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും നമ്മൾ പെട്രോൾ അടിക്കാനുള്ള പരിപാടിയൊക്കെ മനസ്സിലാക്കി. ഇന്ന് റീഡിംഗ് ഒക്കെ ടോം തന്നെയായിരുന്നു നോക്കിയിരുന്നത്. ഞാൻ അങ്ങോട്ട് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞു. പിന്നെ അതൊന്നും അടയ്ക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇത് വെച്ചിട്ട് നേരെ അങ്ങ് പൊടി തട്ടി അങ്ങ് പോയേനെ. അപ്പോൾ ടോം പറഞ്ഞു അതൊക്കെ അടയ്ക്കണം, അത് കറക്റ്റ് നോക്കണം. പിന്നെ ഇതായിരുന്നു ബില്ല് വരും. നമുക്ക് ബില്ല് വേണേൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം. ഇപ്പോൾ കമ്പനിയുടെ ഒക്കെ ആവശ്യമാണെങ്കിൽ ബില്ല് സൂക്ഷിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം അടച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ പോകാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇനിയും നമുക്ക് ഒരു 10-40 മിനിറ്റെങ്കിലും അത് കൂടുതൽ ഡ്രൈവ് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പെട്രോൾ അടിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയുടെ ശക്കനൊക്കെ ശരിയാക്കുന്നില്ല, അങ്ങോട്ടേക്ക് പോവാണ്. നേരെ അങ്ങനെ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ വേറെയും കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വണ്ടിയുടെ ഓരോ പരിപാടികൾ, വണ്ടി ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് ടോക്കൺ എടുക്കണമായിരുന്നു. പിന്നെ ടോക്കൺ വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ കുറേ സമയം കൊണ്ടാണ് ഇത് റെഡിയായി കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ പകുതി പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ എന്തായാലും ഇത്രയും ദൂരം ടോം ഡ്രൈവ് ചെയ്ത് വന്നല്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ടോം തന്ന ധൈര്യത്തിൽ ഞാനങ്ങനെ ഡ്രൈവ് ചെയ്തങ്ങ് പോയിട്ടോ. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച് അങ്ങനെ തിരിച്ചു വന്ന വഴി ഫുള്ളും വീട് വരെ ഞാനാണ് ഡ്രൈവ് ചെയ്തത്. അങ്ങനെ വന്നു. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ടോം ഇങ്ങനെ ഫുഡുകളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. ബ്രസീലിയൻസ് അധികം മസാലയൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ആ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ജിമ്മിൽ പോകാൻ വേണ്ടി അനിയൻ മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട്, മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് ചിക്കൻ പുഴുങ്ങിയെടുക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. അതുപോലെയൊക്കെ വലിയ മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ്റെ ഒരു നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. ടോമും ഇതുപോലെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല നല്ല ഫുഡുകളാണ് ഇവർ കഴിക്കുന്നത്. പിന്നെ ഒരുപാട് ചോറൊന്നും കഴിക്കില്ല കേട്ടോ. ഇവരങ്ങനെയാണ്. നമ്മൾ മലയാളികളാണ് ഇതുപോലെ ചോറ് ഒരുപാട് കഴിക്കുന്നത്. അപ്പോൾ അതുപോലെ ആ സാലഡിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ നാരങ്ങ നീരും ഒക്കെ ചേർക്കുന്നുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ നന്നായിട്ട് തോന്നും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അരിഞ്ഞു വെച്ചേക്കണമൊക്കെ പ്രത്യേകം അച്ചിലിട്ട് അരിഞ്ഞു വെച്ചേക്കണ പോലെയാണ്. അപ്പോൾ അങ്ങനെ സാലഡ് റെഡിയായി. പിന്നെ നമുക്കുള്ള ചോറും റെഡി ആയിട്ടുണ്ട്. ചോറ് ഇനി ചൂടാക്കി എടുക്കണം. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല കേട്ടോ. അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ്
പുള്ളിക്കാരൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഓറൊക്കെ എടുത്ത് വയ്ക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ പാത്രമൊക്കെ കഴുകുന്നത് ഞാനാട്ടോ. എനിക്കൊന്നും ചെയ്യാതെ ഒരാളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് മോശമല്ലേ. അവനാണ് ജോലിയുണ്ട്, എനിക്ക് അങ്ങനെ ജോലി ഇല്ലല്ലോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചൂടത്തുനിന്നല്ല കയറി വന്നത്, അപ്പോൾ എന്തായാലും കുടിക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റാണ്. ബ്രസീലിയൻ നാരങ്ങയാണ് കേട്ടോ. അത് ഇവരുടെ ബ്രസീലിയൻ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചാണ്. അത് പിഴിഞ്ഞ് അതിന് കുറച്ച് ഐസും വെള്ളവും ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പാന്ന് തോന്നുന്നു, ഉപ്പാണോ പഞ്ചസാരയാണോ, വെള്ള കളറിലായിരുന്നു ഇടുന്നത് കണ്ടു. അതങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇതുപോലെ ബ്രസീലിയൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രസീലിയൻസിനോട് പ്രത്യേക താല്പര്യമാണല്ലോ. അതുപോലെ ബ്രസീലിയൻ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെടും. ഈ ജാപ്പനീസ് ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരുപാട് സമയമെടുത്തു. പക്ഷേ ബ്രസീലിയൻ ഫുഡ് എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ. കറിയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ടോം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ക്വാളിറ്റി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ രീതിയിലും ടോമിൻ്റെ രീതിയിലും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. ഞാൻ ഒരിക്കലും ടോമിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ക്വാളിറ്റിയാണത്. നമ്മൾ ഏതൊരു പ്രപഞ്ചശക്തിയാണെങ്കിലും അത് പ്രാർത്ഥിച്ചിട്ട് ചോറുണ്ണാന്നുള്ളത്. ഞാനൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറേ ഇല്ല. അങ്ങനെ കഴിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജപ്പാനിൽ വന്നിട്ടൊന്നും അങ്ങനെ അതിനൊന്നും സമയമൊന്നും കിട്ടാറില്ല കേട്ടോ. ഈ കഴിക്കുന്നതിന് മുമ്പ് ജപ്പാൻകാരുടെ കൂടെ കഴിക്കുന്നതെങ്കിൽ ഇത്തദാക്കിമാസ് എന്നൊക്കെ പറയും. അല്ലാതെ വേറെ ഫോർമാലിറ്റിയോ അല്ലെങ്കിൽ ഇതൊന്നും ഫുഡിൻ്റെ മുമ്പിൽ കാണിക്കാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ്റെ ഫുഡ്. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പം തന്നെത്താനെ പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. എനിക്ക് സ്പൂണും കൊണ്ട് കഴിക്കുന്നത് അധികം കംഫർട്ടല്ല. കാരണം നമുക്ക് ചിക്കനൊന്നും അങ്ങനെ അതുകൊണ്ട് കുത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഫോർക്കും കൊണ്ടാണ് കഴിക്കുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ ആ ഒരു കറുത്ത കളറിൽ പയറും കൊണ്ട് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി തരുന്നത് അതും ചൂടാക്കി കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അത്രയും താല്പര്യത്തിലാണ് കഴിക്കുന്നത്. പിന്നെ ചിക്കൻ കൈ കൊണ്ട് കഴിച്ചാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. അതുകൊണ്ട് ടോമിന് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ടോം പറഞ്ഞു കൈ കൊണ്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാട്ടോ, ഒരു പ്രശ്നമില്ല, അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ചിക്കൻ നമുക്ക് കൈ കൊണ്ട് എടുത്ത് കടിച്ച് വലിച്ച് കഴിച്ചാലേ ഒരു തൃപ്തി ആവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ച് ഫോർക്കും കൊണ്ട് കുത്തിയെടുക്കുമ്പോൾ ഫുള്ള് നമുക്ക് കിട്ടത്തുമില്ല. എനിക്ക് ഇറച്ചിയൊക്കെ ഈ കാലൊക്കെ നന്നായിട്ട് കടിച്ച് വലിച്ച് അതിൻ്റെ അകത്ത് ഫുള്ള് ഇറച്ചിയും പിന്നെ എല്ല് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഇതൊക്കെ കിട്ടില്ലേ, അതെല്ലാം കൂടി അങ്ങനെ കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. പണ്ട് ഞാൻ അങ്ങനെ കഴിക്കില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇറച്ചിയൊക്കെ എല്ലൊക്കെ അങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. പിന്നെ ടോമിൻ്റെ വക ക്യാറ്റ്സുമായിട്ട് കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടോം ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. നമുക്ക് മനുഷ്യരോടും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും ഇവരോടും ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. പണ്ട് വലിഞ്ഞു കയറാൻ വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ ക്യാറ്റുകൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പഴയ അപ്പാർട്ട്മെൻറ്റിൽ. ഇവിടെ ഇതുപോലെ മൗസിനെ ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ട് ഇങ്ങനെ കളിപ്പിക്കും. ഭയങ്കര രസമാണ്. ഓടിക്കും, പടപടാന്നൊക്കെ ഓടുന്നതാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ പിന്നെ എൻ്റെ മേത്തേക്ക് കയറണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ചങ്ങ് മാറി നിന്നിട്ടാണ് കാണുന്നത്. എനിക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിലും പൂച്ചേനെയും പട്ടീനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ എപ്പോൾ വീട്ടിലേക്ക് കയറി വന്നാലും ആദ്യം പൂച്ചേനെ മൈൻഡ് ചെയ്യും കേട്ടോ. പൂച്ചേനെ എടുത്ത് ആലോചിച്ച് അവരെ ഒന്ന് ഇവൻ്റെ പ്രസൻസ് അവരെ ഒന്ന് കാണിച്ച് അങ്ങനെയൊക്കെയാണ് ഇവരുടെ ലൈഫ് പോകുന്നത്. എനിക്ക് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. പെറ്റ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ജപ്പാനിൽ. അവരെ ഫാമിലിയായിട്ട് കരുതി അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ. അപ്പം പൂച്ചകൾക്കും അങ്ങനെയാണ് കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. രാവിലെ ഇതുപോലെ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ ഒന്ന് കരഞ്ഞിട്ടാണ് ടോമിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അത് എനിക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി. അപ്പം അങ്ങനെ അവനുണ്ടാക്കി വെച്ച ഡ്രിങ്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കുടിച്ചു. നല്ല പുളിയും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങ് കുടിച്ച് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എൻ്റെ കമ്പനിയിലേക്ക് വീണ്ടും പോകാനായിട്ടുണ്ട്. കമ്പനിയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഒരു സ്റ്റാഫ് ഉണ്ട് അവിടെ, എന്നാലും മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടോം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നാരങ്ങ വെള്ളം പോലത്തെ ആ ഡ്രിങ്ക് കുടിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി കമ്പനിയിലേക്ക് പോയിട്ട് നൗഷി എന്ന് പറയും കേട്ടോ റിപ്പയറിന് ജാപ്പനീസിൽ. അപ്പം ആ ഒരു ബൈക്ക് റിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ റോഡ് ടെസ്റ്റൊക്കെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചു ഓടിക്കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ സമയം കുറവായതുകൊണ്ട് ടോം പറഞ്ഞു നമുക്ക് പെട്ടെന്ന് പോകണ്ടല്ലേ. അപ്പം പിന്നെ തൊട്ടടുത്താണ്, കുറച്ച് പോയാൽ മതി കമ്പനിയിലേക്ക്. അപ്പോൾ ഒരുപാട് ഡ്രൈവ് ചെയ്യാനില്ലല്ലോ. അപ്പോൾ ടോം തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ടോം തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥലങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ കമ്പനിയിലെത്തി. ഈ കവാസാക്കി ബൈക്കുണ്ട്, ഇതുപോലത്തെ 2 ബൈക്കുണ്ട്. അപ്പം ടോം തന്നെയാണ് ഇത് മോഡിഫൈ ചെയ്തതും പെയിൻറ്റ് ചെയ്തേക്കണമൊക്കെ കേട്ടോ. അപ്പോൾ അതുപോലൊരു കസ്റ്റമർ കാറ് വാഷ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഉണ്ടായിരുന്നു. റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ടോമിൻ്റെ കമ്പനി. അപ്പോൾ അങ്ങനെ കസ്റ്റമറായിട്ടൊക്കെ പരിചയപ്പെട്ട് ഞാൻ വർത്താനം പറഞ്ഞു. ഞാൻ യൂട്യൂബറാന്നൊക്കെ ടോം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്ന് കുറേ നേരം കസ്റ്റമറിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ലാസ്റ്റാണ് കാറ് വാഷ് ചെയ്ത് കൊടുത്തു വിടുന്നത്. അപ്പോൾ കുറേ സമയമായിട്ടുണ്ടായിരുന്നു, വൈകിട്ടായി, ചെറുതായിട്ട് ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പരിപാടികളൊക്കെ തീർത്തിട്ട് നമുക്കിനി ബൈക്കിൻ്റെ റോഡ് ടെസ്റ്റ് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അഖിൽ റെഡി ആയിക്കോളാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റും കാര്യങ്ങളും അതെല്ലാം വെച്ച് റെഡിയാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വെയിറ്റുള്ള വണ്ടിയാണ് കേട്ടോ, നല്ല പവറുള്ള വണ്ടിയാണ്.
അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡിയായി. അത്യാവശ്യം ഇരുട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് റോഡ് ടെസ്റ്റിൻ്റെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ 8-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ റോഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നു. പിന്നെ ടോമിൻ്റെ പണികൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. ആമസോൺ കമ്പനി പോകുക അതൊക്കെ. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ടോമിൻ്റെ കൂടെയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.